നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി പ്രീ ക്വാർട്ടറിൽ ആരോടൊക്കെ ഏറ്റുമുട്ടും, അതാണ് ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നത്. അതിൻ്റെ നറുക്കെടുപ്പ് വരുന്ന തിങ്കളാഴ്ചയാണ്. ഏതൊക്കെ ക്ലബ്ബുകളാണ് റൗണ്ട് ഓഫ് 16ലേക്ക് ഓരോ ഗ്രൂപ്പിൽ നിന്നും കടന്നിരിക്കുന്നത് ആദ്യം ഒന്ന് പരിശോധിക്കാം. പിന്നെ നറുക്കെടുപ്പിന് ഏത് പോട്ടിലാണ് ടീമുകൾ ഉൾപ്പെട്ടിരിക്കുന്നത്, വമ്പൻ മത്സരങ്ങൾക്ക് സാധ്യതയുണ്ടോ ഒന്ന് പരിശോധിക്കാം. ആദ്യം ഗ്രൂപ്പ് എയുടെ കാര്യം. ബയൺ മ്യൂണിക്ക് അനായാസം വിജയിച്ച് കയറിയ ഗ്രൂപ്പാണ്. 5 വിജയങ്ങളും ഒരു സമനിലയുമായി 16 പോയിന്റോടെ അവർ ഒന്നാമതെത്തിയപ്പോൾ കോപ്പൻഹേഗൻ 8 പോയിന്റുമായി രണ്ടാമതെത്തി. ഈ ഗ്രൂപ്പിൽ നിന്ന് ഗാലറ്റസറായി യൂറോപ്പ ലീഗിലേക്ക് പോയപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നും നേടാനാവാതെ 4ാം സ്ഥാനത്ത് അവസാനിച്ചു. അവരുടെ UCL പോരാട്ടങ്ങൾ, യുവേഫയുടെ എല്ലാ കോമ്പറ്റീഷനുകളിൽ നിന്നും യുണൈറ്റഡ് പുറത്തായി. ഗ്രൂപ്പ് ബിയിൽ നിന്ന് ആഴ്സണലും PSV ഐന്തോവനുമാണ് റൗണ്ട് ഓഫ് 16ലേക്ക് എത്തിയത്. ഗ്രൂപ്പ് സിയിൽ നിന്ന് റയൽ മാഡ്രിഡ് അനായാസം മുന്നോട്ട് പോയി, 6 കളികളും വിജയിച്ചു, 18 പോയിന്റ്. രണ്ടാമത് നാപ്പോളി. ഈ 2 ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് പോയപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ റയൽ സോസിഡാഡ് 1ാം സ്ഥാനക്കാരായി, ഇന്റർ മിലാൻ 2ാം സ്ഥാനക്കാരായി. 2 ടീമിനും 12 വീതം പോയിന്റുകൾ. ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ഒന്നാമതെത്തിയത്, രണ്ടാമത് ലാസിയോ. ഗ്രൂപ്പ് എഫ് മരണ ഗ്രൂപ്പായിരുന്നു. അവസാന ദിവസം വരെ പോരാട്ടം കനത്ത ഗ്രൂപ്പ്. ഡോട്ട്മുണ്ട് 11 പോയിന്റോടെ ഒന്നാമതായപ്പോൾ PSG 8 പോയിന്റോടെ രണ്ടാമതായി. AC മിലാനും 8 പോയിന്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ഹെഡ് ബെറ്റർ ആയി നിന്നത് PSG ആയതുകൊണ്ട് അവർ അടുത്ത ഘട്ടത്തിലേക്ക് പോയി. AC മിലാനിന് യൂറോപ്പ ലീഗ് കളിക്കണം. ഗ്രൂപ്പ് ജിയിൽ മാഞ്ചസ്റ്റർ സിറ്റി കളിച്ച എല്ലാ കളികളും വിജയിച്ചു, 6 വിജയിച്ചു, 18 പോയിന്റോടെ ഒന്നാമത്. RB ലീപ്സിഗ് 12 പോയിന്റോടെ രണ്ടാമതെത്തി. ഈ 2 ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് പോയപ്പോൾ ഗ്രൂപ്പ് എച്ചിൽ അവസാന കളി തോറ്റെങ്കിലും 6 കളിയിൽ നിന്ന് 12 പോയിന്റോടെ ബാഴ്സ് ഒന്നാമത്. പോർട്ടോക്കും 6 കളികൾ 12 പോയിന്റ് ഉണ്ട്. ഈ 2 ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അപ്പം ഇവരാണ് ഇനി റൗണ്ട് ഓഫ് 16ൽ കളിക്കാനുള്ളത്. നറുക്കെടുപ്പ് വരുന്നത് നമ്മൾ പറഞ്ഞു, തിങ്കളാഴ്ചയാണ്. 2 പോട്ടുകളിലായിട്ട്, ഒരു പോട്ടിലെ ടീം അടുത്ത പോട്ടിലെ ടീമുമായിട്ടായിരിക്കും കളിക്കാനുണ്ടാവുക. പോർട്ട് 1ൽ ബയൺ മ്യൂണിക്കും ബൊറൂസിയ ഡോട്ട്മുണ്ടും, ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും, റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, റയൽ സോസിഡാഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ് ടീമുകൾ. അങ്ങനെ 8 ടീമുകൾ പോർട്ട് 1ൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ജർമ്മനിയിൽ നിന്ന് 2 ടീമുകൾ, ഇംഗ്ലണ്ടിൽ നിന്ന് 2 ടീമുകൾ, സ്പെയിനിൽ നിന്ന് 4 ടീമുകൾ. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. സ്പെയിനിൽ നിന്നുള്ള 4 ടീമുകളും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നുപോയിരിക്കുന്നത്. ഇനി പോർട്ട് 2ൽ PSG, ഇന്റർ മിലാൻ, ലാസിയോ, നാപ്പോളി, FC പോർട്ടോ, RB ലൈപ്സിഗ്, കോപ്പൻഹേഗൻ, PSV ഐന്തോവൻ. കടുത്ത പോരാട്ടങ്ങൾ വന്നേക്കാം. ബയണും PSG തമ്മിൽ മുട്ടാം. അതുപോലെ ആഴ്സണലും PSG തമ്മിലാവാം, സിറ്റിയും PSG തമ്മിലാവാം, റയലും PSG തമ്മിലാവാം, ബാഴ്സയും PSG തമ്മിലാവാം. ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് അവിടെ തുറന്ന് ഇടപെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർ മിലാന് ശക്തരായിട്ടുള്ള എതിരാളികൾ വരാം. അങ്ങനെ കടുത്ത പോരാട്ടങ്ങൾക്കുള്ള ദിനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. തിങ്കളാഴ്ചയാണ് അതിൻ്റെ ഒരു നറുക്കെടുപ്പ് വരിക. റൗണ്ട് ഓഫ് 16 ഫിക്സർ നമുക്ക് അപ്പോൾ മനസ്സിലാവും. മത്സരങ്ങൾ വരുന്നത് ഫെബ്രുവരിയിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.